നമസ്കാരം. മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. 3-ാം വാർഡ് തൃക്കയിലെ സ്ഥാനാർത്ഥികളോടാണ് ചോദ്യങ്ങൾക്കുത്തരം തേടി മൂവാറ്റുപുഴ ന്യൂസ് എത്തുന്നത്. സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അവരുടെ മറുപടി. മത്സരിക്കുന്ന വാർഡിനെയും നഗരത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് വോട്ടർമാർക്ക് മുന്നിൽ അവർ തന്നെ വ്യക്തമാക്കുകയാണ് ഈ പരിപാടിയിലൂടെ. വാർഡ് 3 തൃക്ക. സ്ഥാനാർത്ഥികൾ മൂവാറ്റുപുഴ ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് എന്തു മറുപടികളാണ് നൽകുന്നതെന്ന് നോക്കാം. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി. തൃക്ക അമ്പലത്തിലേക്ക് പോകുന്ന, അതുപോലെ തന്നെ ഒരുപാട് യാത്രക്കാർ, ഒട്ടനവധി പേര് സഞ്ചരിക്കുന്ന റോഡാണിത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ തന്നെ അറിയാം. എൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം എന്ന് പറയുന്നത് ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണികളും സഞ്ചാരയോഗ്യമായ റോഡുകൾ ഈ വാർഡിൽ എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക. ഇവിടുത്തെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ റോഡും അതുപോലെ വെളിച്ചവും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വാർഡിലെ ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നമാണ് തൃക്ക അമ്പലം റോഡ്. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഈ വാർഡ് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി യാത്ര എളുപ്പമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഒട്ടനവധി റോഡുകൾ ഈ വാർഡിലുണ്ട് എങ്കിൽ പോലും റോഡുകളുടെ ശോചനീയാവസ്ഥ വളരെ കൂടുതൽ തന്നെയാണത്. അപ്പോൾ അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. റോഡുകളുടെ കാര്യത്തിൽ തന്നെയാണ് ഞാൻ മറ്റ് വാർഡുകൾ, നമ്മുടെ വാർഡുകളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ വാർഡ് തിരിഞ്ഞു വന്നപ്പോൾ ഇതിലൊരു അംഗൻവാടി സ്വന്തമായിട്ട് ഈ വാർഡിന് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വാർഡ് വിഭജനത്തിനോടനുബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന 3-ാം വാർഡിലെ അംഗൻവാടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാർഡിൽ ഈ 3-ാം വാർഡിലെ ഒരു സ്വന്തമായ ഒരു അംഗൻവാടി, ഇപ്പോൾ റെൻറ്റിനാണ് ഒരു അംഗൻവാടി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ആ അംഗൻവാടി നമുക്ക് നഗരസഭയുടെ ഒരു 2 സെൻറ്റ് സ്ഥലം കണ്ടെത്തി അതിലൊരു അംഗൻവാടി നിർമ്മിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ 5 വർഷത്തെ ഇനി മുൻപോട്ടുള്ള പ്രവർത്തനത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. മെയിനായിട്ട് ഞങ്ങൾക്ക് 6-ാം വാർഡ്, ഈ വാർഡിൽ ഒരു അംഗൻവാടി ഇല്ല. അപ്പോൾ ഒരു അംഗൻവാടി കെട്ടിടം വേണമെന്നുള്ളത് ഞങ്ങളുടെ ഈ വാർഡുകാരുടെ ഒരു പൊതുവായ താല്പര്യമാണ്. അപ്പോൾ ആ താല്പര്യത്തിനനുസരിച്ച് ഞാൻ ഒരു അംഗൻവാടിക്കുള്ള ശ്രമം ഞാൻ ജയിച്ചു വന്നാൽ എനിക്ക് നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ വഴിവിളക്കുകളും ഒരു വലിയ പ്രശ്നം അല്ലെങ്കിലും ചെറിയ രീതിയിൽ അതും ഒരു പ്രശ്നമാണ്. അതും പരിഹരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഹൈമാസ് ലൈറ്റുകൾ വിവിധ ജംഗ്ഷനുകളിൽ, പ്രധാനമായും ആ തൃക്ക അമ്പലം റോഡിൻ്റെ ജംഗ്ഷനുകളിലും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ വാർഡിൽ സ്ഥിരമായി വാടക കെട്ടിടത്തിലാണ് അംഗൻവാടി ഇരിക്കുന്നത്. വളരെ സൗകര്യം കുറഞ്ഞ ഒരു അംഗൻവാടിയാണ് 3-ാം വാർഡിനുള്ളത്. അപ്പോൾ ഒരു അംഗൻവാടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ തൃക്ക പുളിഞ്ചോട് റോഡ്, അതും വളരെ മോശം അവസ്ഥയിലാണ്. അതും ഉടനടി പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എറണാകുളം നഗരസഭയുടെ രീതിയിലേക്ക് നമ്മുടെ ഈ മൂവാറ്റുപുഴ നഗരസഭ ഉയർത്തണം എന്നുള്ളതാണ്. മെട്രോ അങ്ങനെയുള്ള പല ഗതാഗത സൗകര്യങ്ങളും നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് ലഭിച്ചാൽ വളരെ നല്ല കാര്യമാണ്. അതുപോലെ ബൈപ്പാസുകളുടെ കാര്യമാണെങ്കിലും വളരെ കുറവ് എന്നല്ല, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ബൈപ്പാസുകൾ ആവശ്യത്തിന് നമ്മുടെ മൂവാറ്റുപുഴ നഗരസഭയിൽ വേണ്ടതുണ്ട്. നല്ലൊരു തിരുവനന്തപുരം കോർപ്പറേഷൻ, അതുപോലെ എറണാകുളം നഗരസഭ, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് മൂവാറ്റുപുഴ നിവാസി എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മൂവാറ്റുപുഴ എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മൂവാറ്റുപുഴ ഒരു തിരുവനന്തപുരം മോഡലൊരു സിറ്റി ആയിട്ട് വളരും എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഭാവിയിൽ മൂവാറ്റുപുഴ കൊച്ചി, എറണാകുളം പോലുള്ള ഒരു മെട്രോ സിറ്റിയായി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. 3 സ്ഥാനാർത്ഥികളും തൃക്ക ക്ഷേത്രം റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമായി കണ്ടെത്തിയിട്ടുള്ളത് എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ സ്വന്തമായി ഒരു അങ്കണവാടി ഉണ്ടാക്കണം എന്ന കാര്യത്തിലും ഇവർ ഒരേ അഭിപ്രായക്കാരാണ്. തങ്ങളുടെ കാലയളവിൽ ഹസീന അഷറഫ് തെരുവ് വിളക്കുകൾ കുറ്റമറ്റതാക്കും എന്ന് പറയുമ്പോൾ തൃക്ക ക്ഷേത്രം ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുമെന്നാണ് ഷഹന മാഹിന്റെ വാഗ്ദാനം. തൃക്ക പുളിഞ്ചോട് റോഡും കുറ്റമറ്റതാക്കുമെന്ന് ഷഹന പറയുന്നു.
25 വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വൻ നഗരമായി മാറണമെന്നാണ് 3 സ്ഥാനാർത്ഥികളുടെയും ആഗ്രഹം. മറ്റു വാർഡുകളിലേതിൽ നിന്നും വിഭിന്നമായി 3 പേരുടെയും അഭിപ്രായങ്ങളിൽ സമാനതകൾ കണ്ടതായി എന്നത് കൗതുകമാണ്. 3-ാം വാർഡിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുന്നു. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി.